നമസ്കാരം. ലോകത്ത് തീവ്രവാദത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന ഒന്നാണ് പാകിസ്ഥാൻ. ഇറാനും തൊട്ട് പിന്നാലെ ഉണ്ട് എങ്കിൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ജനിച്ചത് മുതൽ തന്നെ തീവ്രവാദത്തിൻ്റെ ഒരു ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞതാണ്. ഇതേ പാകിസ്ഥാനിലെ സൈനിക മേധാവിയോടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികളെ ഗാസയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സേന രൂപീകരിക്കുമ്പോൾ അതിൽ ചേരണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പാകിസ്ഥാൻ വല്ലാത്തൊരു വെട്ടിലാണ് ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്നത്. കാരണം ട്രംപിനെ നിരസിക്കാനും വയ്യ അവർക്ക്. പക്ഷേ അവിടെ പോയാൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെയും ഈ തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ പിന്തുണ തങ്ങൾക്ക് നഷ്ടമാകുമെന്നും അസീം മുനീറിനും സംഘത്തിന് നന്നായിട്ടറിയാം. ഈ സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വളരെ വിവാദമായൊരു വാർത്ത പുറത്തു വരുന്നത്. ഹമാസിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെത്തി അവിടെയുള്ള ലഷ്കർ ഇ തോയ്ബ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദമായി മാറിയിരിക്കുന്നത്. നജീബ് സഹീർ എന്ന ഹമാസിൻ്റെ സീനിയർ കമാൻഡറാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെത്തി ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തത്. ഒപ്പം ഇയാൾ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ തന്നെ വേദി പങ്കിടുകയും പിന്നീട് വിശദമായ രീതിയിലുള്ള ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് വിഷയം ചർച്ച ചെയ്യാനാണ് ഇയാൾ ഒരുപക്ഷെ എത്തിയിട്ടുള്ളത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കുമ്പോൾ അത് അമേരിക്കൻ നിർദ്ദേശം അനുസരിച്ച് പാകിസ്ഥാൻ ഗാസയിലേക്ക് സൈന്യത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണോ അതോ മറ്റേതെങ്കിലും തീവ്രവാദി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണോ ഇയാൾ അവിടെ എത്തിയത് എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ഇതാദ്യമായിട്ടല്ല നജീബ് സഹീർ പാകിസ്ഥാനിലെത്തുന്നത്. നിരവധി തവണ ഇയാൾ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ട്. അതിനെല്ലാം പിന്നാലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് ഇയാൾ അവിടെ എത്തിയത്. നേരത്തെയും ഇയാൾ പാകിസ്ഥാനിലെത്തുമ്പോൾ വലിയ തോതിലുള്ള വരവേൽപ്പാണ് ഇയാൾക്ക് ലഭിച്ചിരുന്നത്. പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലെ പ്രസ് ക്ലബ്ബിൽ ഇയാൾ വാർത്താസമ്മേളനം നടത്തിയിരുന്നു, ഈ തീവ്രവാദ നേതാവ്. ഇതുകൂടാതെ ഇസ്ലാമാബാദിലെ അവിടുത്തെ ഹൈക്കോർട്ട് ബാർ അസോസിയേഷൻ്റെ ഒരു സ്വീകരണ ചടങ്ങിലും ഇയാൾ പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ തീവ്രവാദത്തെ പരസ്യമായി തന്നെ അവിടുത്തെ സംഘടനകളും സർക്കാരുമൊക്കെ എത്രമാത്രം പിന്തുണയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നജീബ് സഹീർ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പാക് അധിനിവേശ കാശ്മീർ സന്ദർശിച്ചിരുന്നു. അവിടുത്തെ പല തീവ്രവാദ നേതാക്കളുമായി അയാൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള വിവരം പിന്നീട് ലഭിച്ചു. നമ്മളൊരു കാര്യം ഓർക്കുക, ഇയാളുടെ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെയാണ് പഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യരെ പാക് തീവ്രവാദികൾ കൂട്ടക്കൊല ചെയ്തത്. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇയാൾ പാകിസ്ഥാനിൽ ആ സമയത്ത് എത്തിയതെന്ന് സ്വാഭാവികമായും എല്ലാവരും സംശയിക്കുന്നുണ്ട്. മാത്രവുമല്ല 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് തൊട്ട് മുമ്പും ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഒരുപക്ഷെ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് അഭയമരുളുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെയുള്ള ഈ തീവ്രവാദികളുമായി കൂടിയാലോചിച്ചിട്ടാണോ ഈ ഒക്ടോബർ 7 ആക്രമണം ഇവർ സംഘടിപ്പിച്ചതെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിതെല്ലാം ഒരു അലങ്കാരം പോലെയാണ്. കാരണം തീവ്രവാദം ഞങ്ങൾ സർക്കാർ ചെലവിൽ നടത്തുന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഭീകരവാദികൾ നടത്തിയാലും അവരെ പരസ്യമായി കൊണ്ടുകിടന്ന് സ്വീകരിച്ചാലും ഒന്നും തന്നെ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉളുപ്പും തോന്നാറില്ല. കാരണം അവിടെ ഭരിക്കുന്നത് അസീം മുനീർ എന്ന സൈനിക മേധാവിയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിനും അവിടെ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം. അസീം മുനീർ ഒരു കടുത്ത മതമൗലികവാദി കൂടിയാണ്. രണ്ടാം സിയാഉൾ ഹക്ക് എന്നാണ് ഇയാളെ പലരും അവിടെ വിളിക്കുന്നത്. കാരണം പാകിസ്ഥാനിലെ സൈനിക മേധാവിയും പിന്നീട് പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ജനറൽ സിയാഉൾ ഹക്ക് ഇയാളെ പോലെ തന്നെ കടുത്ത മതവിദ്വേഷം പരത്തുന്നയാളും അതുപോലെ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത വ്യക്തിയുമായിരുന്നു. അതേ ലൈനിൽ തന്നെയാണ് ഇയാൾ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അമേരിക്കയുമായി ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും വിഷയത്തിൽ ചർച്ച നടത്തണമെങ്കിൽ ട്രംപ് ക്ഷണിക്കുന്നത് ഈ അസീം മുനീറിനെയാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയെ പ്രസിഡന്റിനെ ഒന്നും തന്നെ വകവയ്ക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ് സൈനിക മേധാവിയെ വിളിച്ച് ഒരു രാഷ്ട്രത്തലവന് നൽകുന്ന തരത്തിലുള്ള സ്വീകരണം നൽകുന്നതൊക്കെ വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോട് ഗാസയിലേക്ക് അവരുടെ സൈന്യത്തെ അയക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഹമാസ് നേതാക്കൾക്ക് പാകിസ്ഥാനിൽ അഭയം നൽകുന്നുണ്ട് എന്നും ഇവർ നിരന്തരമായി പാകിസ്ഥാൻ സന്ദർശിക്കാറുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ സത്യമായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. ഇപ്പോൾ പൊതുവേദിയിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പങ്കെടുത്ത് ലഷ്കർ ഇ തോയ്ബ എന്ന ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ഭീകര സംഘടനയുടെ നേതാക്കളുമായിട്ടാണ് ഇയാൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. എന്ത് വിഷയമാണ് ഇവർ ചർച്ച ചെയ്തതെന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇത് പാകിസ്ഥാൻ സർക്കാരിൻ്റെ കൂടി ഒരു സ്പോൺസേഡ് പരിപാടി ആയിരിക്കാനാണ് സാധ്യത. കാരണം ലോകത്ത് ഏത് രാജ്യത്തും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും ഇസ്രായേലിൻ്റെ ചാര സംഘടനയായ മൊസാദിൻ്റെ കണ്ണുകൾ ഇനി പാകിസ്ഥാനിലേക്ക് പതിയും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെയും പലതവണ അവർ പാകിസ്ഥാനിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഗൂഢനീക്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ മൊസാദിൻ്റെ റഡാറിൽ തന്നെയായിരിക്കും ഇസ്ലാമാബാദിലെ പ്രധാനപ്പെട്ട നേതാക്കളും അവിടുത്തെ ലഷ്കർ ഇ തോയ്ബയുടെയും അവിടെയുള്ള ഹമാസ് പ്രേമികളുടെയും ഒക്കെ തന്നെ സാന്നിധ്യം.